സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വാക്കുകൾക്ക് അതീതമായ ഒരു ബന്ധമാണ്. ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒരു ബേസ് ആണ് ശരിക്കും സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. ചില ആളുകളോട് നമുക്ക് വാക്കുകൾക്ക് അതീതമായ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? ജഡ്ജ്മെന്റിന്റെ ഫിയർ ഇല്ലാതെ പരസ്പരമുള്ള തോട്ട്സ് അതെന്ത് തന്നെ ആയാലും ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കൂടെയുള്ള ആളിന്റെ മുൻപിൽ യാതൊരു ഹെസിറ്റേഷൻസ് ഫീൽ ചെയ്യാതെ ഏറ്റവും വൾണറബിൾ ആയി നിൽക്കാൻ കഴിയുമ്പോഴും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പരസ്പരമുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലാണോ നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്നത്? മ്യൂച്വൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. പരസ്പരം ഇൻസ്പയർ ചെയ്യുകയും നിങ്ങളിലെ ബെറ്റർ വേർഷനെ പുറത്തു കൊണ്ടുവരാൻ രണ്ടുപേരും ഈക്വലി എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. പറയാതെ തന്നെ കൂടെയുള്ള ആളിന്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അത് നമ്മുടേത് കൂടിയാണെന്നുള്ള തോന്നലിൽ ചേർത്ത് നിർത്താനും സന്തോഷിക്കാനും സാധിച്ചിട്ടുണ്ടോ? കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ യാതൊരു ഉറപ്പും നൽകാതെ കൂടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുമിച്ചായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യാതൊരു മടുപ്പും കൂടാതെ നിശബ്ദതകളിൽ പോലും ശാന്തമായിരിക്കാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിലാക്കുക, ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെയുള്ളൊരു കണക്ഷൻ നിങ്ങൾക്കുണ്ടോ? ചെറിഷ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ.